സമുദായ ശാക്തീകരണ വർഷത്തിൽ തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. കരുതൽ 2020 ശേഷം 4-മത്തെയോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾ ജനിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ് നൽകുന്ന പദ്ധതി. തളിപ്പറമ്പ് ഇടവകയിലെ കുടുംബത്തിന് ജനുവരി മാസത്തെ അലവൻസ് 1000 രൂപ നൽകി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞെ നിനക്കായി 2025 ജനുവരി 1 ശേഷം ജനിക്കുന്ന 4-മത്തെ മുതലുള്ള കുഞ്ഞിനായി എല്ലാവരും 10 രൂപ പ്രത്യേക അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യുകയും കിട്ടുന്ന തുക കുഞ്ഞിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പദ്ധതി. അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ജേക്കബ് വെണ്ണായപ്പള്ളിൽ അഭിമന്യ പിതാവിന്റെ സാന്നിധ്യത്തിൽ അക്കൗണ്ടിലേക്ക് 10 രൂപ ഗൂഗിൾ പേ ചെയ്ത് തുടക്കം കുറിച്ചു. കൈത്താങ്ങ് 2020 ശേഷം 4-മത്തെയോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്ന അവസരത്തിൽ കഴിയുന്ന തുക സഹായം നൽകുന്ന പദ്ധതി. തലശ്ശേരി അതിരൂപത മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി CC ആന്റണി അഭിമന്യ പിതാവിന്റെ കയ്യിൽ 5000 രൂപ സംഭാവന നൽകി ഫണ്ട് രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വികാരി ജനറൽമാർ ഫാദർ ആന്റണി മുതുകുന്നേൽ, ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, ഫാമിലി അപ്പസ്റ്റോലേറ്റ് ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട്, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ CHF, ബ്രദേഴ്സ് കറിയ, അതിരൂപത മാതൃവേദി ഭാരവാഹികൾ, പ്രോലൈഫ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്റ്റോലേറ്റ് വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുന്ന ഈ 2025 നിങ്ങളുടെ മുമ്പിൽ പുതിയ 1-2 പദ്ധതികളുടെ പ്രഖ്യാപനം നടത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ നിലവിൽ ജനുവരി മാസത്തിൽ താരാട്ട് എന്ന പേരിൽ 4-മത്തെയോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അതിരൂപതാംഗങ്ങളും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സഹായ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി 3 പദ്ധതികൾ കൂടിയാണ് നമ്മൾ ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ ലക്ഷ്യം വെക്കുക. ഒന്ന്, കരുതൽ എന്ന പേരിൽ തലശ്ശേരി അതിരൂപതയിലെ 4 അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 4-മത്തെ കുട്ടി 2020 ശേഷം ജനിച്ചതായിരിക്കണം. 2020 ശേഷം ജനിച്ച 4-മത്തെ കുഞ്ഞുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ 1000 രൂപ അലവൻസായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇതിനുവേണ്ടി അഭ്യുദയകാംക്ഷികളുടെയും സുമനസ്സുകളുടെയും ഒക്കെ സഹകരണം തേടിക്കൊണ്ട് അവരിലൂടെ ലഭിക്കുന്ന ആ തുക ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെ ഓരോ മാസം 1000 രൂപ കൊടുത്ത് സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയോട് ആത്മാർത്ഥമായ സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. 2-മത്തെ പദ്ധതി കുഞ്ഞെ നിനക്കായി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അത് ലക്ഷ്യം വെക്കുന്നത് 2025 ജനുവരി 1 ശേഷം നമ്മുടെ അതിരൂപതയിൽ 4-മത്തെയോ അതിൽ കൂടുതലോ ഒരു കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ ഒരു ഗൂഗിൾ പേ അക്കൗണ്ടിലൂടെ ഓരോ വ്യക്തിയും 10 രൂപ വീതം ആ കുഞ്ഞിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. അതിരൂപതയിലെ നല്ല മനസ്സുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ 1000 പേര് പരിശ്രമിച്ചാൽ 10,000, 2000 പേര് പരിശ്രമിച്ചാൽ 20,000, അങ്ങനെ ആ ഗൂഗിൾ പേയിലൂടെ കിട്ടുന്ന ഓരോരുത്തരും കൊടുക്കുന്ന ആ 10 രൂപ ഒരുമിച്ച് സമാഹരിച്ച് ആ പൊന്നോമനയുടെ പേരിൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. 3-മത്തെ ഒരു പദ്ധതി കൈത്താങ്ങ് എന്ന പേരിലാണ് നമ്മൾ നടത്തുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ അതിരൂപതയിലെ 4 അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളതും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായതുമായ കുടുംബങ്ങൾക്ക് പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ആവശ്യം നേരിടുന്ന അവസരത്തിൽ അവരെ സഹായിക്കാനായി ഒരു പ്രോലൈഫ് നിധി രൂപീകരിക്കുക എന്നതാണ്.
ഇതിനെല്ലാം നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് നമ്മുടെ അതിരൂപതയിലെ നല്ലവരും സുമനസ്സുകളും എന്നാൽ സാമ്പത്തികമായി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവരുമായ ആളുകളിലൂടെയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഫാമിലി അപ്പസ്റ്റലേറ്റ് കുടുംബങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ പ്രേക്ഷിതത്വം ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് കൂടുതൽ അർത്ഥവത്താക്കി തീർക്കാനായിട്ട് ഉത്സാഹിക്കാം. നമ്മുടെ ഈ ഓരോ കൊച്ചു പ്രവർത്തനത്തിലൂടെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം ഈ ഓരോ സേവനവും നമ്മുടെ സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ സമുദായത്തെ വളർത്തുന്ന, നമ്മുടെ സമുദായത്തെ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് നയിക്കുന്ന ചുവടുവയ്പ്പുകളായിത്തീരാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.